ബാപ്പയുടെ സൗന്ദര്യം കിട്ടിയില്ല, ദുൽഖർ ചെയ്തത്. സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സിനിമാ താരങ്ങൾ എന്നും മുന്നിലാണ്. അതിനായി ഏതറ്റം വരെ പോകുന്നവരുമാണ് താരങ്ങൾ. സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിനായി സിനിമാ താരങ്ങൾ ലക്ഷങ്ങളാണ് ചിലവാക്കാറുള്ളത്. അത്തരത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാനായി മൂക്കിനും ചുണ്ടിനുമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത താരങ്ങൾ നിരവധി ഇന്ത്യൻ സിനിമയിലുണ്ട്. പെർഫെക്റ്റ് ലുക്കിനായി എന്തു ചെയ്യാനും മടിയില്ലാത്തവരാണ് താരങ്ങൾ. മലയാളത്തിൽ നിന്നും നടന്മാരും നടിമാരും വരെ സൗന്ദര്യ സംരക്ഷണത്തിന്റെയും ചെറുപ്പം നിലനിർത്തുന്നതിന്റെ ഭാഗമായി നിരവധി ചികിത്സകളും സർജറികളും നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരാളാണ് ദുൽഖർ സൽമാനും. ദുൽഖർ സിനിമയിൽ വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയമാണ്. നടന്റെ പഴയ ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും താരതമ്യപ്പെടുത്തിയാണ് ആരാധകർ ഈ കാര്യങ്ങൾ പറയുന്നത്. നടൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറികൾ ചെയ്തിട്ടുണ്ടെന്നാണ് ആരാധകരുടെ വാദം. ഇപ്പോഴിതാ സിനിമാ പ്രേമികളുടെ തോന്നൽ ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു യൂട്യൂബ് ചാനലിലാണ് ദുൽഖർ സൽമാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി മുഖത്ത് ചെയ്ത ചികിത്സകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ദുൽഖറിന്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താൽ ആളെ തിരിച്ചറിയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത്രത്തോളം ദുൽഖർ മാറിയിട്ടുണ്ട്. ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്തത് നോ സർജറിയാണ്, അഥവാ റൈനോപ്ലാസ്റ്റി. മൂക്കിന്റെ രൂപവും ആകൃതിയും മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക. പിന്നീട് ലിപ്പ് ഫില്ലിംഗ് ചെയ്തു. കൂടാതെ ചെവിയുടെ വലിപ്പം കുറയ്ക്കാനായി ഓട്ടോപ്ലാസ്റ്റിയും. മുമ്പ് വലിപ്പമുള്ള ചെവികളായിരുന്നു ദുൽഖറിൻ്റേത്. ഫേഷ്യൽ സർജറിയുടെ ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഡെർമൽ ഫില്ലേഴ്സ് ആണ്. സ്മൈൽ ലെൻസ്, അൺഡിഫൈൻഡ് ജോ ലൈൻസ്, ചിൻ റിങ്കിൾസ്, സാഗിങ് കോർണേഴ്സ് എന്നിവയ്ക്കുള്ള ചികിത്സയാണ് ഡെർമൽ ഫില്ലേഴ്സിലൂടെ ചെയ്യുന്നത്. അതിനാലാണ് ദുൽഖറിന്റെ മുഖം പ്ലംബ് ചെയ്ത് കൃത്യമായ രൂപത്തിൽ ഇരിക്കുന്നതെന്നാണ് ചാനലിൽ പറയുന്നത്. ദുൽഖർ മുഖത്ത് ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട് ആരാധകർ ദുൽഖർ വെറും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമന്റുകളിൽ കുറിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മന എത്ര സുന്ദരന്മാരാണ്. ഇത് കാണുമ്പോഴാണ് ഒരു സർജറിയും കൂടാതെ തന്നെ ഇതുപോലെ ഇരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം. സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് എന്നിങ്ങനെയാണ് കമന്റുകളിലുള്ളത്.